സോ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കവറേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് ടെക്നിക്കാണ് സെൽ സ്പ്ലിറ്റിംഗ്. ഇപ്പോൾ സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായോ, ഒരു സെല്ലിന് വീണ്ടും കുഞ്ഞു കുഞ്ഞു സെൽസായിട്ട് എന്ത് ചെയ്യുന്നു, സബ് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് കറസ്പോണ്ടിങ് ടു റിഡക്ഷൻ ഇൻ ആൻറ്റിന ഹൈറ്റ് ആൻഡ് ട്രാൻസ്മിറ്റർ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആൻറ്റിന ഹൈറ്റും റെഡ്യൂസ് ചെയ്യാം, ട്രാൻസ്മിറ്റഡ് പവറും എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. So it increases the capacity of cellular system and increases the channel reuse capacity. Defining a new cells which having smaller radius than the original capacity increases due to additional number of channels per unit area. അപ്പോൾ റേഡിയസ് കുറയുമ്പോൾ നമുക്ക് എന്താണ്, ഒത്തിരി ചാനൽസ് ഒരു ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് എന്ത് ഇൻക്രീസ് ചെയ്യും, ബേസിക്കലി കപ്പാസിറ്റി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് സെൽ സ്പ്ലിറ്റിങ്ങിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഫിഗർ. അപ്പോൾ കണ്ടോ, ഒരു സെല്ലിന് തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും കുഞ്ഞു സെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു സെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ കുഞ്ഞു സെല്ലിൻ്റെ 4 ടൈംസ് റേഡിയസ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയ സെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ ചെറിയ സെല്ലിൻ്റെ റേഡിയസ് R/4 ആയിരിക്കും, ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് സെൽസിൻ്റെ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലസ്റ്റർ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈച്ച് മൈക്രോ സെല്ലിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ഒറിജിനൽ സെല്ലായിരിക്കും. അപ്പോൾ നമുക്കൊരു പവറിൻ്റെ ടേംസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പവർ ഒന്ന് ഡിറ്റർമിൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ PR ആണ് റിസീവ്ഡ് പവർ അറ്റ് ദ ന്യൂ സെൽ. PR ആണ് റിസീവ്ഡ് പവർ, PT1 ആണ് ഫസ്റ്റ്, അതായത് ഓൾഡ് സെല്ലിൻ്റെ ട്രാൻസ്മിറ്റ് പവർ. ന്യൂ സെല്ലിൻ്റെത് PT2 ആണെങ്കിൽ നമുക്ക് PRനെ ഡയറക്റ്റ്ലി, ഓൾഡ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ PR എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു PT1 × R⁻⁻n എന്ന് എഴുതാം. അതുപോലെ ന്യൂ സെല്ലിലെ PR എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു PT2 × R⁻⁻n എന്ന് എഴുതാം. n എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാത്ത് ലോസ് എക്സ്പൊണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ, ഇത് ആ ഫിഗർ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ റിസീവ്ഡ് പവർ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. നമ്മൾ പാത്ത് ലോസ് കമ്പോണൻറ്റ് n = 4 എന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, PT2യുടെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, PT1/16 എന്ന് കിട്ടും. അതായത് നമ്മുടെ ട്രാൻസ്മിറ്റ് പവറിൽ വരുന്ന ഒരു റിഡക്ഷനാണ് ആ കാണിക്കുന്നത്, എത്ര ഫ്രാക്ഷൻ അത് കുറയുന്നു എന്ന്. ആ PT1/16 വന്ന ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായത്, ആ റേഡിയസ് R എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്, /2 ആവുകയാണ്, ഹാഫ് ആവുകയാണ്. ഒറിജിനൽ സെല്ലിൽ ആ ഓൾഡ് സെല്ലിൽ R ആണെങ്കിൽ ന്യൂ സെൽ ബൗണ്ടറിയിൽ ആ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R/2 എന്ന് വരും. ഇപ്പോൾ ക്യാപിറ്റൽ R/2 n എന്ന് പറയുന്നത് നമ്മൾ 4 എന്ന് അസ്യൂം ചെയ്ത്, 4 എന്ന് വരുമ്പോൾ എങ്ങനെ വരും, 2/4 എന്ന് പറയുന്നത് എന്താണ്, 16. അങ്ങനെയാണ് നമുക്ക് ആ 16 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ വരുന്നത്. അപ്പോൾ എത്ര n-ന് ഏത് വാല്യൂ കൊടുത്താലും നമ്മുടെ ന്യൂ, അതായത് മൈക്രോ സെല്ലിൻ്റെ ട്രാൻസ്മിറ്റ് പവർ എന്ന് പറയുന്നത് എപ്പോഴും ഓൾഡ് സെല്ലിനേക്കാളും കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ട്രാൻസ്മിറ്റ് പവറിൻ്റെ റിഡക്ഷനാണ് ആ ഒരു ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്, ആ ഒരു പവർ ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത്, സെൽ സ്പ്ലിറ്റിംഗ്. നെക്സ്റ്റ് വരുന്നൊരു ടെക്നിക്കാണ് എന്ത്, സെൽ സെക്ടറിങ്. അപ്പോൾ വീണ്ടും കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സെൽ സെക്ടറിങ്. അപ്പോൾ ഇതിലെന്ന് പറയുന്ന റേഡിയസ് നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്യുക, അതായത് സെൽസിനെ സ്പ്ലിറ്റ് ചെയ്യുകയല്ല, കുഞ്ഞു കുഞ്ഞു സെൽസ് ആക്കുകയല്ല, ജസ്റ്റ് സെക്ടർ ചെയ്യണം. അതായത് റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഡിക്രീസ് ദ D/R റേഷ്യോ. അപ്പോൾ നമ്മൾ സെക്ടറിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു D/R റേഷ്യോ കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കുറയ്ക്കുമ്പോൾ എന്താണ് D/R റേഷ്യോ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ടറിങ് നോർമലി എന്ത് ചെയ്യും, സിഗ്നൽ ടു ഇൻ്റർഫറൻസ് റേഷ്യോ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ക്ലസ്റ്റർ സൈസ് മേ ബി റെഡ്യൂസ്ഡ്. ക്ലസ്റ്റർ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും ബൈ യൂസിങ്
ഡയറക്ഷണൽ ആൻറ്റിന. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്? ഡയറക്ഷണൽ ആൻറ്റിനാസ് യൂസ് ചെയ്യും വിത്തൗട്ട് ഡിക്രീസിങ് ട്രാൻസ്മിറ്റ് പവർ. ട്രാൻസ്മിറ്റ് പവർ ഡിക്രീസ് ചെയ്യാതെ തന്നെ നമ്മൾ കൺവെൻഷണൽ ആൻറ്റിനയെ റീപ്ലേസ് ചെയ്ത് ഡയറക്ഷണൽ ആൻറ്റിനാസ് കൊണ്ടുവരും. ഇൻ ദീസ് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിനയെ റീപ്ലേസ് ചെയ്ത് ഡയറക്ഷണൽ ആൻറ്റിനാസ്, സെവറൽ ഡയറക്ഷണൽ ആൻറ്റിനാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നു. ഒത്തിരി ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ യൂസിങ് ഡയറക്ഷണൽ ട്രാൻസ്മിറ്റ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് അവൈലബിൾ കോ ചാനൽ. അപ്പോൾ ഡയറക്ഷണൽ ആൻറ്റിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ഡയറക്റ്റ് ചെയ്യുള്ളൂ. മറ്റേ ഒമ്നി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും എന്താണ്? സെയിം റേഡിയേഷനാണ് എത്തുന്നത്. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പോർഷനിലോട്ടാണോ വേണ്ടത് അങ്ങോട്ട് മാത്രം എന്ത് ചെയ്യും? ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കോ ചാനൽ സെൽസിൽ നമുക്ക് മാത്രം എന്ത് ചെയ്യാം? ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എന്ത് ചെയ്യും? കോ ചാനൽ ഇൻ്റർഫറൻസിനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസിങ് സിസ്റ്റം പെർഫോമൻസ് ബൈ സെൽ സെക്ടറിങ്. So the factor by which co-channel interference is reduced depend upon the amount of sectoring. അപ്പോൾ എത്ര ഫാക്ടറിലാണ് ഇൻ്റർഫറൻസ് കുറയുക എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ടറിങ് മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സെക്ടറിങ് ഉണ്ട്. 120 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ പല ഡിഗ്രിയിലുള്ള സെക്ടറിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്ടറിങ് റെഡ്യൂസസ് ദ കവറേജ് ഏരിയ ഓഫ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ദ നമ്പർ ഓഫ് ഹാൻഡ് ഓഫ് ഇൻക്രീസസ്. അപ്പോൾ ബേസിക്കലി സെക്ടറിങ് എന്താണ് ചെയ്യുന്നത്? ചാനൽസിൻ്റെ കവറേജ് ഏരിയ എന്ത് ചെയ്യുകയാണ്? റെഡ്യൂസ് ചെയ്യുകയാണ്. ഡയറക്ഷണൽ ആൻറ്റിന യൂസ് ചെയ്ത് കവറേജ് ഏരിയ എന്ത് ചെയ്യുകയാണ്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കവറേജ് ഏരിയ കുറയുമ്പോൾ എന്തിൻ്റെ ചാൻസ് കൂടും? ഹാൻഡ് ഓഫിൻ്റെ ചാൻസ് എന്താണ്? കൂടുകയാണ്. അതായത് കുറച്ച് സെല്ലിലേക്ക് ഈ ഒരു പർട്ടിക്കുലർ കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? പെട്ടെന്ന് മൊബൈൽ വേറൊരു സെല്ലിലോട്ട് പോകുമ്പോൾ എന്താണ്? വേഗം ഈ ഹാൻഡ് ഓഫ് എന്ത് ചെയ്യണം? ഹാൻഡ് ഓഫ് പ്രോസസ്സ് നടക്കണം. അപ്പോൾ ഇറ്റ് യൂസസ് മോർ ദാൻ വൺ ആൻറ്റിന പെർ ബേസ് സ്റ്റേഷൻ. സോ അതുപോലെ ആൻറ്റിനാസ് ഒത്തിരി യൂസ് ചെയ്യുന്നതുകൊണ്ട് ദ അവൈലബിൾ ചാനൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ദീസ് ആൻറ്റിനാസ്. അപ്പോൾ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് സ്പീഡായിട്ട് നടക്കണം. ഇത് പല ടൈപ്പ് ഓഫ് സെക്ടറിൻ്റെ ഫിഗർ വെച്ച് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ദിസ് ഡിക്രീസസ് ദ ട്രങ്കിങ് എഫിഷ്യൻസി. അപ്പോൾ ഈ ഹാൻഡ് ഓഫ് ഇങ്ങനെ എപ്പോഴും നടക്കുന്നതുകൊണ്ട് ബേസിക്കലി ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? റെഡ്യൂസ് ചെയ്ത് ഡിക്രീസ്ഡ് ആയിരിക്കും. അതുപോലെ കോംപ്ലക്സിറ്റി ഇത് കൂടുതലാണ്. അതുപോലെ ഹാൻഡ് ഓഫ് എപ്പോഴും നടക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ സെക്ടറിന് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണ്? കോ ചാനൽ ഇൻ്റർഫറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്കിലും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട് സ്വിച്ചിങ്. അതുപോലെ ഹാൻഡ് ഓവർ എപ്പോഴും നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ട്രങ്കിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസ്ഡ് ആയിരിക്കും, അതായത് കുറവായിരിക്കും. നെക്സ്റ്റ് വരുന്ന ഒരെണ്ണമാണ് റിപ്പീറ്റർ. അപ്പോൾ റിപ്പീറ്റർ എന്താണെന്നുള്ളത് നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചു. അപ്പോൾ അതിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ റിപ്പീറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റേഞ്ച് എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് എന്ത്? മൈക്രോ സെൽ. ഇതുപോലെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കവറേജ് ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് മൈക്രോ സെൽ. അപ്പോൾ സെൽ സെക്ടറിൽ നമ്മൾ കണ്ട് മോർ ഹാൻഡ് ഓഫ് ഈസ് റിക്വയർഡ് ലീഡ്സ് ടു ഇൻക്രീസ് ലോഡ് ഇൻ മൊബൈൽ സിസ്റ്റം. അതുപോലെ മൊബൈൽ സിസ്റ്റത്തിൽ ഒത്തിരി ലോഡ് അത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് മൈക്രോ സെൽ കൺസെപ്റ്റിലൂടെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. In this, each of the 3 zones are connected to a single base station and share the same radio equipment. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഫിഗറിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു 3 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സർക്കിളും ഓരോ സോണാണ്. അപ്പോൾ 3 സോൺസ് നമ്മൾ ഒറ്റ ബേസ് സ്റ്റേഷനിലാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട ഒരു വയർ, ആ വയർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് മൈക്രോവേവ് ഓർ ഫൈബർ ഒപ്റ്റിക് കേബിൾ. അപ്പോൾ ഒരു ഒപ്റ്റിക് കേബിൾ വഴി നമ്മൾ ഈ ഓരോ സോൺസും എന്ത് ചെയ്യുന്നു? ഒരൊറ്റ ബേസ് സ്റ്റേഷനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 സോൺസ് ഒരൊറ്റ ബേസ് സ്റ്റേഷനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ മൾട്ടിപ്പിൾ സോൺ ആൻഡ് സിംഗിൾ ബേസ് സ്റ്റേഷൻ മേക്കപ്പ് എ സെൽ. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ സോൺസും സിംഗിൾ ബേസ് സ്റ്റേഷനും കൂടെ ചേരുമ്പോഴാണ് ഒരൊറ്റ സെല്ലാവുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ എന്ന് പറയുമ്പോൾ ഓരോ സെല്ലിനും ഓരോ ബേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ 3 സോണും കൂടെ ചേരുമ്പോഴാണ് 3 സോണും
അതിന് കണക്ട് ചെയ്ത ഒരു ബേസ് സ്റ്റേഷനും കൂടെ ചേരുമ്പോഴാണ് ഒരു സെല്ലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആസ് എ മൊബൈൽ ട്രാവൽസ് വിത്തിൻ ദ സെൽ, ഈ സെല്ലിൽ തന്നെയാണ് മൊബൈൽ, ഒരു സെല്ലിൽ തന്നെയാണ് ആ മൊബൈൽ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ സോൺ വിത്ത് ദ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ. അപ്പോൾ ഏത് സോണിലാണോ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ ഉള്ളത് അത് അതിനെ കൺട്രോൾ ചെയ്യും. ആസ് ദ മൊബൈൽ ട്രാവൽസ് ഫ്രം വൺ സോൺ ടു അനദർ വിത്തിൻ എ സെൽ ഇറ്റ് റീറ്റെയിൻസ് ദ സെയിം ചാനൽ. അപ്പോൾ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലോട്ട് ആ സെല്ലിൽ തന്നെ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് സെയിം ചാനൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരൊറ്റ ബേസ് സ്റ്റേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹാൻഡ് ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ആവശ്യം ഇല്ല. കാരണം ഒരു സെല്ലിൽ തന്നെ ഡിഫറെൻറ്റ് സോൺസിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മൊബൈൽ ട്രാവലിംഗ് നടക്കുന്നത്. When these large central base stations are replaced by several low power transmitters and reduces the co-channel interference. അപ്പോൾ ഇതിൽ നമ്മൾ ലാർജ് ബേസ് സ്റ്റേഷൻസ് എല്ലാം റീപ്ലേസ് ചെയ്യുകയാണ്. എന്ത് വെച്ച്, ലോ പവർ ട്രാൻസ്മിറ്റേഴ്സ് വെച്ച് നമ്മൾ ഈ ലാർജ് ബേസ് സ്റ്റേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് co-channel interference എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. So it is being adopted in many cellular and personal communication system. It increases the signal quality and thus increases the capacity. അപ്പോൾ ഈ ടെക്നിക്ക് എന്താണ്, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും, സിഗ്നലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 കപ്പാസിറ്റി അല്ലെങ്കിൽ കവറേജ് ഇൻക്രീസ് ചെയ്യുന്ന ടെക്നിക്സ്: സെൽ സ്പ്ലിറ്റിംഗ്, സെൽ സെക്ടറിംഗ് ആൻഡ് ലാസ്റ്റ് വൺ മൈക്രോ സെൽ കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ.